കോഴിക്കോട് വടകരയിൽ RJD പ്രവർത്തകന് വെട്ടേൽക്കുന്ന CCTV ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന്. RJD വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴേക്കുനി സുരേഷിനാണ് ഇന്നലെ വൈകിട്ട് വെട്ടേറ്റത്. ലാലു എന്ന ശ്യാംലാലാണ് ആക്രമിച്ചതെന്നാണ് RJDയുടെ ആരോപണം. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി വടകരയ്ക്ക് സമീപമുള്ള വില്യാപ്പള്ളി ടൗണിൽ വെച്ചിട്ടാണ്, അതായത് സന്ധ്യ ആകുന്നതിന് തൊട്ട് മുമ്പ് 6 മണിക്കാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. വെട്ടിയിട്ടിരിക്കുന്നത് RJDയുടെ വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴേക്കുനി സുരേഷ്, MTK സുരേഷ് എന്നറിയപ്പെടുന്ന ഈ RJDയുടെ നേതാവിനാണ് വെട്ടേൽക്കുന്നത്. ഈ ആക്രമിക്കുന്നത് നാട്ടുകാർ തന്നെ എല്ലാവരും കാണുന്ന ഒരാളാണ്. ശ്യാംലാൽ എന്ന് പറയുന്ന, ലാലു എന്നറിയപ്പെടുന്ന ശ്യാംലാലാണ്. അദ്ദേഹം CPM അനുഭാവിയാണ്, CPM പ്രവർത്തകരെന്നൊക്കെയാണ് RJDക്കാർ ആരോപിക്കുന്നത്. ഇതിനൊരു ബാക്ക് ഫയൽ കൂടിയുണ്ട്. നേരത്തെ RJDയുടെ യുവജന വിഭാഗം വില്യാപ്പള്ളി നടത്തിയ ഒരു പരിപാടിയുടെ വേദിക്ക് തീയിട്ട സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഈ ശ്യാംലാലാണ് ആ തീയിടലിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ അന്നത്തെ ഈ ഇപ്പോൾ വെട്ടേറ്റ സുരേഷാണ് ഈ ശ്യാംലാലിന്റെ പേര് വെച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയത്. അതിന്റെ പ്രതികാരമായിട്ടാണ് ഈ ഒരു ആക്രമണം എന്നതാണ് RJD പറയുന്ന കാര്യം. എന്തായാലും ഈ ഒരു ശ്യാംലാലിനെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ പിന്നെ നാട്ടുകാർ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരും RJD പ്രവർത്തകരൊക്കെ തന്നെ പോലീസിന് ഇയാളുടെ പേര് പറഞ്ഞു കൊടുത്തിരുന്നു. അതേസമയം ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചതായി വടകര പോലീസ് അറിയിക്കുന്നത് ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്കാണ് CCTV ദൃശ്യങ്ങൾ നഗരത്തിലുള്ളതായതുകൊണ്ട് തന്നെ നഗരത്തിലുള്ള ഒരു കടയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിലാണ് വളരെ വ്യക്തമായി സുരേഷ് മറ്റു സ്ഥലം എത്തുന്നതും ഇയാളെ ഓടിച്ചിട്ട് വെട്ടുന്നതും. നമുക്കറിയാം, ഒരു ഭാഗത്തുനിന്ന് റോഡിന്റെ ഒരു വശത്ത് നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അയാൾ വീണ്ടും ഈ സുരേഷ് ഇപ്പുറത്തേക്ക് വരുന്നു, വീണ്ടും പിന്നാലെ ഓടുന്നു. അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതിന്റെയും ആക്രമിക്കുന്നതിന്റെയും ഒക്കെ തന്നെയും ശബ്ദവും ദൃശ്യവും ഒക്കെ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ CCTV ദൃശ്യങ്ങളുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സുരേഷ് വടകര ജില്ലാ ആശുപത്രിയിലാണ് ഇന്നലെ പ്രവേശിപ്പിച്ചത്. ഇപ്പോഴും ചികിത്സ തുടരുന്നുണ്ട്. അപകടകരമായ അവസ്ഥയിലൊന്നും അല്ല. അതേസമയം തന്നെ പരിക്കേറ്റിട്ടുണ്ട്, സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ചികിത്സ തുടരുന്നു. മറ്റു ആരോഗ്യനിലയിൽ അപകടനില ഇല്ല എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ തെളിവായി മാറും, സംശയമില്ല. കാരണം വളരെ വ്യക്തമായി തന്നെ അക്രമിയെ പോലീസിന് തിരിച്ചറിയാൻ കഴിയും. ഇന്നലെ തന്നെ ഈ RJD പ്രവർത്തകർ ഇയാളുടെ പേര് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പോലും അക്രമിയെ കറക്റ്റായി തന്നെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട്